നാളെ സജീൻ ഇനി എണ്ണിട്ടില്ലേ? ഇല്ല പിന്നെ. ബാലകൃഷ്ണി രാവിലെ എവിടെ പോന്നു? സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. ഒരുത്തൻ അവന്റെ ഭാര്യയും അവളുടെ കാമുകനെയും വെട്ടിക്കൊന്നു. അയ്യോ, പോലീസിന് ഇതുവരെ അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് നോക്കട്ടെ. വളരെ സൂക്ഷിക്കണേ. മര, ഞാൻ അടുത്തവണ ഊട്ടിക്ക് പോകുമ്പോ വെൽവെറ്റ് റോസിന്റെ കമ്പ് കൊണ്ടുവരാം. ഊട്ടിയിൽ നിന്ന് എന്തിനാ എന്നെ കെട്ടിച്ചു നോക്കുന്നത്? സെൻട്രലിലുണ്ട്. ഞാൻ തടവുകാരനായിരുന്നപ്പോ നട്ടു വളർത്തിയതാ. ഓ, യമ വളത്തിന്റെ കാര്യം മറന്നു. ഇന്ന് വൈകുന്നേരം വാങ്ങും. നീനെ സജി, നിനക്ക് ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. സ്കൂളിൽ പോണ്ടേ? വേഗം പല്ല് വയ്ക്കും. ആ, പതുക്കെ. മോനെ ബൈജു, ആ എടാ, ഞാനാ പറയുന്നത്, മര്യാദയ്ക്ക് കത്തിനാണ് എന്നെ തൊട്ടുപോയത്. തൊട്ടാൽ എല്ലാത്തിനും ഞാൻ പറ്റും. എന്തായി ഉത്തരവ്? അവൻ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു നിമിഷം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് അടുത്ത് പോയത്. എടാ കുട്ടപ്പ, ഞാൻ പറയുന്നത് കേൾക്കൂ. കത്തി താഴെയിടൂ. ഞങ്ങൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ. കത്തി താഴെയിടൂ. ഞാനാ പറയുന്നത്. കത്തി താഴെയിടൂ. നീ എന്ത് നോക്കിക്ക? വേഗം പല്ലേക്ക്. മമ്മി, മമ്മി, ഈ സജി വെറുതെ നിൽക്കുന്ന. നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. എന്താ നിന്നെ ബഹളം? സജി ബ്രഷ് ചെയ്യുന്നില്ല. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വേഗം ബ്രഷ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്കൂൾ ബസ് ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കൊടുക്കും. പല്ലിലേക്കടാ സജി. ഓ, ഈ ചെറുക്കൻ. നീ പല്ല് തേക്കത്തില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. നീ കിടന്നു മുള്ളുന്ന കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും. അമ്മേ, നിങ്ങൾ മര്യാദക്ക് പല്ല് വെക്കുന്നുണ്ടോ? ഇല്ല, അടി കിട്ടും. കേക്കടാ. സ്പാർക്ക്. ചിറ്റപ്പന്റെ നേരത്തെ പേസ്റ്റ് ആവും. നീ എന്താ വരുന്നവരത്തെ എഴുതായിരുന്നേ? സ്റ്റേഷനോട്ട് കാർ ഓടുമായിരുന്നില്ലേ? ഇന്നലെ ഹൗസ് സർജൻസി കഴിഞ്ഞു. ഞാൻ ഉണ്ടെങ്കിൽ പോന്നു. ചേട്ടനോടെ കാലത്ത് എന്താ കേസുണ്ടെന്ന് പറഞ്ഞ് പുറത്തുപോയി. ചിറ്റപ്പ എനിക്ക് പാവം തന്നിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് കാറും പ്ലെയിനും പട്ടിക്കുട്ടി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കുഞ്ഞുങ്ങളുടെ തള്ളയാണ് മാന്നെ അവള്. ഞാൻ കുടിക്കില്ല, ചൂത് കളിക്കില്ല. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും.
ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ലേ മാറ്റെ? പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു? എല്ലാം കൊടുത്ത ഞാൻ അവളെ നിയന്ത്രിച്ചില്ല. അവർ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിവിധി? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്ന കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മാറ്റെ? എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് ബൈജുമോൻ. ഈ പ്ലെയിൻ പറക്കോ ചിറ്റപ്പ? യോ പ്ലെയിൻ മാത്രമല്ല, എല്ലാം ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. മേളം ഉണ്ടാക്കല്ലേ, മേളം ഉണ്ടാക്കല്ലേ. ഇതെന്ത് കൂത്താ? ഇതെല്ലാം ഇപ്പഴേ എടുത്തു കൊടുത്തോ? നീ ഒരുത്തനാ ഇവരെയൊക്കെ ലാളിച്ച് വഷളാക്കുന്നത്. ഈ മമ്മി ഒരു മൂരാച്ചിയാണില്ലേ? ഊരാച്ചി എന്ന് പറഞ്ഞ എന്ത്? മൂരാച്ചി എന്ന് വെച്ചാ അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞൂടാ. ഏതോ ജാഥാക്കാര് വിളിച്ചോണ്ട് പോകുന്ന കേട്ട് പഠിച്ചതാ. ചിറ്റപ്പ, ഞാൻ യന്ത്ര മനുഷ്യനെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് എഴുതിയിരുന്നല്ലോ. ചിറ്റപ്പ മറന്നുപോയില്ലേ? ഞാൻ മറക്കോടി മോളെ. ചിറ്റപ്പ, എനിക്ക് വേണം. ബാബു അത് ബൈജിന് കൊടുത്തു. ഇത് അവർക്ക് വേണ്ടി വാങ്ങിച്ചത് ആർക്കും കൊടുക്കത്തില്ല. ബാബു അത് ബൈജിന് കൊടുക്കത്തില്ല, കൊടുക്കത്തില്ല. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഡാഡി, എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന യന്ത്ര മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു. ഓഹോ, അപ്പൊ ഇതൊരു തർക്കവസ്തുവാണല്ലേ? തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ, ഇത് വാങ്ങിച്ചോണ്ട് വന്നെന്ന് നീന എനിക്ക് എഴുതിയിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാണ്. അങ്ങനെയാണോ കാര്യം? അപ്പൊ ഇതാർക്കൊക്കെ വേണ്ടത്? ബൈജിനോടാ തയ്ക്കോ? അപ്പോ തർക്കം തീർന്നല്ലോ. എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. സ്കൂൾ ബസ് വരാൻ സമയമായി. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അവൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ബാലേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്നാ നീ കാപ്പി എടുക്ക്. നിന്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പരിപാടി? എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ. നോ 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 നോ. നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ MD-ക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോറിൽ അപ്ലൈ ചെയ്യൂ. പഠിക്കാവുന്ന അത്രയും പഠിക്കുക. അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി. ശരി ചേട്ടാ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. വാ കാപ്പി കുടിക്കാം. എന്തു കുമാരനയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കുക. വറുത്ത മീനെന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീൻ വറുത്ത് കൊടുക്കുന്നത്.